എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല. എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമസ്കാരം. കുറച്ചു പേർക്കെങ്കിലും അറിയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ളൊരു യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറിനെ കുറിച്ചിട്ട്. അപ്പോൾ ടീച്ചറുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ 17-ാം തീയതി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുകാർ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു വീഡിയോ നമുക്ക് കാണാം. രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചു. എന്താണ് ചേട്ടാ ഈ സമയത്ത് ഷെയർ ചെയ്യാനുള്ള? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളത്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് അറേഞ്ച് മാരേജ് ആണെന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ വന്ന ഒരു കമൻറ്റും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു കമൻറ്റ് റാണി പി സദാശിവൻ എന്ന് പറയുന്നൊരു ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. വളരെ മോശമായിട്ടുള്ള, ടീച്ചറിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റാണ് ആൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റാണി പി സദാശിവനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. കുറച്ച് കാലം മുമ്പ് റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ ഈ ഒരു റാണി പി സദാശിവനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ മെയിനായിട്ട് പുള്ളിക്കാരി ചെയ്യുന്നത് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടുത്ത്, അതായത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സ്ത്രീകളുടെ ചാനലിനടിയിൽ വന്നിട്ട് അവരെക്കുറിച്ച് പരദൂഷണവും കുറ്റവും പറഞ്ഞ് അറിയുന്നതും അറിയാത്തതുമായ പല കാര്യങ്ങളും വന്ന് കമൻ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പും ഇതുപോലൊരു പ്രശ്നം നടന്നപ്പോൾ ഒരുപാട് പേര് ഈ സ്ത്രീക്കെതിരെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചാനലിലെ ആൾക്കാർ അവരെ നേരിട്ട് പോയി കാണും, ഒരുപാട് പ്രശ്നമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒതുങ്ങിയെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒതുങ്ങിയിട്ടില്ല. വീണ്ടും ദീപ്തി ടീച്ചറിൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് വീണ്ടും ഇതുപോലുള്ളൊരു കമൻ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്തിൻ്റെ കേടാണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ സ്ത്രീ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ടീച്ചറിനെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മുമ്പും ഇതുപോലെ ഓരോ വീഡിയോയ്ക്കിടയിലും ഓരോ കമൻറ്റായി വന്നിട്ട് ഈ ടീച്ചർക്ക് ബുദ്ധിമുട്ടായിട്ട് ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ നേരിട്ട് പോയി കാണും, കേസാക്കും എന്നുള്ളൊരു രീതിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം ഒതുങ്ങിയതായിരുന്നു ഈ റാണി പി സദാശിവൻ. വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ആൾ മെയിനായിട്ടും ഒരു നല്ലൊരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഇതുപോലുള്ള ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യും. പക്ഷേ ഇതും റിയാക്ഷൻ വീഡിയോക്കാരെ വിട്ടില്ല. ഈ കമൻറ്റും കണ്ടതോടെ ഇവർക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇപ്പോഴും ഓരോ ചാനലിലും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്യാരക്ടറും ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഈ ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത്. ആദിവാസി കുട്ടികൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കുകയും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ദീപ്തി ടീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീച്ചറിനെ കുറിച്ചിട്ടാണ് ഈ ടീച്ചറിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആവാൻ കാരണം ആ ടീച്ചറുടെ എക്സ് ഹസ്ബൻഡാണ്. കാരണം ആളൊരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ടീച്ചർക്ക് ആ ഒരു വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ടീച്ചർ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നതും ഡിവോഴ്സ് വാങ്ങുന്നതും ഒക്കെ. അതിനുശേഷം ടീച്ചർ ജോലി ചെയ്ത് ടീച്ചറിൻ്റെ സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതും കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഈ ടീച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഈ റാണി പി സദാശിവൻ വന്നിട്ട് ഇതുപോലെ ഓരോ കമൻ്റ് ഇടുന്നത്. ഈ കമൻ്റ് ഇടുന്നത് കൂടാതെ തന്നെ ഇതിനെതിരെ റിയാക്ട് ചെയ്ത ഒന്നും രണ്ടും അതുൽ വ്ളോഗ്സിൻ്റെ എതിരെയും വേറൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരുടെ കമൻറ്റ് ബോക്സിലും പോയി ഇതുപോലെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പാർട്ടിക്കാരനെയും കൂട്ടിയിട്ട് വന്നിട്ട് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അതുൽ വ്ളോഗ്സിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് നമുക്ക് കാണാം. അപ്പം അതിനായിട്ട് അതുൽ വ്ളോഗ്സ് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടെ നമുക്കാദ്യം കേൾക്കാം. നമുക്ക് റാണിയൊക്കെ കമന്റിലോട്ട് പോവാം. എടാ അലവലാതി, അതുലെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ലോകം മൊത്തമുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളെ പറഞ്ഞ എന്ത് തേങ്ങ സത്യമാണെന്നാണ് ആരാണ് മനസ്സിലാക്കിയത്? പറഞ്ഞതുപോലെ തന്നെ അഭിഹിതക്കാരന്റെ കൂടെ അവളേക്കാൾ ഇളയ ചെറുക്കന്റെ കൂടെ അവൾ പൊറുക്കാൻ കയറി കഴിഞ്ഞു. ഇനിയെങ്കിലും നീ റാണിയുടെ പുറത്ത് കയറാതെ മര്യാദയ്ക്ക് ഇരിക്കടാ. ഉളുപ്പില്ലാതെ ചായിട്ടിട്ട സ്റ്റാർ അതേത് തെറിയ ചേച്ചി? എനിക്കറിയത്തില്ല, നിങ്ങളുടെ ജില്ലയിലുള്ള തെറിയായിരിക്കും. അതേതാണെന്നൊന്ന് വ്യക്തമാക്കി തരൂ. ദയവേ
നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന്. കാരണം അമ്മാതിരി അപരാധമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമായിരിക്കും. എനിക്കായിട്ട് അങ്ങോട്ട് വരാൻ വയ്യ, ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് വരുത്തരുത് ദയവ് ചെയ്ത്. അതുകൊണ്ട് നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് 10 ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കൂടെ വരുന്ന പാർട്ടിക്കാരത്ത് ഉൾപ്പെടെ എനിക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുപോവാ. ഇനി ഭർത്താവുണ്ടെങ്കിൽ അങ്ങേരെയും കൂടി കൊണ്ടുപോവാ. കാരണം അങ്ങേര് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേര് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഇമ്മാതിരി അപരാധം കാണിക്കത്തില്ല. ഇതിപ്പം ഒരു ലൈസൻസും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ബോധവും ഇല്ലാണ്ട്. എവിടെ എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയില്ല. എന്താണ് നിങ്ങളുടെ അസുഖമൊന്നും എനിക്ക് അറിയത്തില്ല. ചുമ്മാ കാണുന്നവരെല്ലാം അപരാധം പറഞ്ഞുകൊണ്ട് നടക്കും. ഏതെങ്കിലും ഒരു ഫാമിലിയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചീത്തവിളി. എല്ലായിടത്തും നിങ്ങൾ നല്ലത് പറഞ്ഞിട്ട് ഞാൻ ഇന്നേ വരെ ഒരു കമന്റ് പോലും കണ്ടിട്ടില്ല. എല്ലാവരും മോശം 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 മാത്രമാണ് പറയുന്നത്. ഇനി ദീപ്തി ഒരു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതിന് തക്ക മറുപടിയായിട്ടാണ് അതുൽ വ്ലോഗ്സ് വന്നിട്ടുള്ളത്. തിരിച്ച് അതുപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് വായി തോന്നിയത് എന്ത് വേണമെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് പറയാം. ഇവരെ കുറിച്ച് മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവർ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അത് എവിടത്തെ ന്യായമാണ്? ഇവർക്ക് ടീച്ചറിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ടീച്ചറിനെ മോശമാക്കുന്ന രീതിയിൽ കമന്റ് ഇടാന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് എവിടത്തെ ന്യായമാണ്? അപ്പോൾ അതിന് തക്ക മറുപടി അതുൽ വ്ലോഗ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എന്തിൻ്റെ കേടാണ്? ഈ ടീച്ചറിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഇഗ്നോർ ചെയ്ത് പോവാം. എന്തിനാണ് ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അത് അത്രയും മോശമായ രീതിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്? അപ്പം എനിക്ക് റാണി പി സദാശിവനോട് ചോദിക്കാനുള്ളത്, സ്വന്തം കാര്യം നോക്കി ജീവിച്ചൂടെ എന്നുള്ളതാണ്. സ്വന്തമായ ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് ഇവരെ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ മകളുണ്ട്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും ആ ഒരു മകളുടെ ജീവിതത്തെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഭർത്താവ് ഇവരെ നന്നായി നോക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നന്നായി ജീവിക്കുന്നവരുടെ കുറ്റവും കുശുമ്പും പറഞ്ഞ് വീഡിയോയ്ക്ക് പോയി ഇതുപോലെ വായി തോന്നിയത് എന്ത് വേണമെങ്കിലും കമൻ്റ് ഇടാം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അതായത് അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണമാണ് ഈ റാണി പി സദാശിവൻ.